जय राधा माधव जय कुञ्ज विहारी। जय राधा माधव जय कुञ्ज विहारी। जय गोपी जनवल्लभा जय गिरिवरधारी। जय गोपी जनवल्लभा जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। जय कुञ्ज विहारी। जय राधा माधव जय कुञ्ज विहारी। जय राधा माधव जय कुञ्ज विहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम राम രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ ഗർഗഭാഗവതത്തിലെ 11-ാമത്തെ അധ്യായം എടുക്കുന്നത്. ഇതിനകത്ത് ശ്രീകൃഷ്ണ ചന്ദ്രജന്മ വർണ്ണനം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് നേരത്തെ ഉള്ള അധ്യായത്തിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? നമ്മൾ രാധാറാണിയുടെ ജനനത്തെ പറ്റി വർണ്ണിച്ചു അല്ലെ? രാധാറാണിയുടെ അമ്മയും അച്ഛനും വൃഷഭാനുവും കീർത്തി ദേവിയുടെ കഴിഞ്ഞ ജന്മം പറഞ്ഞു. അവർക്ക് എങ്ങനെ ആ ഭാഗ്യം കിട്ടി? രാധാറാണി സ്വയം മകളായിട്ട് ജനിക്കാനായിട്ട് അവരെന്ത് എന്താ എന്ത് യജ്ഞമാണ് ചെയ്തത്? യജ്ഞമല്ല, അവരെന്ത് തപസ്സാണ് അനുഷ്ഠിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ബലരാമഭദ്രന്റെ ജനനത്തെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ അപ്പൊ പറഞ്ഞു കംസനാണെങ്കിൽ നമ്മൾ ദേവകിയുടെയും വസുദേവരുടെയും വിവാഹത്തെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അശരീരി കേട്ടത് പ്രകാരം കംസൻ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ട് ദേവകിയുടെയും വസുദേവരുടെയും എല്ലാ മക്കളെയും കൊന്നെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 7-ാമത്തെ ദേവകിയുടെ ഗർഭം എന്ത് ചെയ്തു? രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അല്ലെ? അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നാ പറഞ്ഞേ? കംസനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇനിയും ജനിക്കാൻ പോകുന്ന കുട്ടി 7-ാമത്തെ കുട്ടിയാണോ 8-ാമത്തെ കുട്ടിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ
ആണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആ രോഹിണിയുടെ ഗർഭത്തിൽ ആയിട്ടുള്ള ആ ഒരു കുഞ്ഞ് അതാരാണ്? ബലരാമനാണ്. അങ്ങനെ ബലരാമൻ വൃന്ദാവനത്തിൽ അവിടെ ഗോകുലത്തിൽ ജനിച്ചു. അങ്ങനെ എന്താണ് ഓരോ നാരദൻ, വ്യാസൻ ഗർഗ മഹർഷി തുടങ്ങിയ മഹർഷിമാരൊക്കെ അവിടെ ചെന്ന് ഭഗവാനെ കുറെ സ്തുതിച്ചു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആരാണ് ഇനിയുള്ള ജനിക്കാൻ? ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജന്മവർണ്ണനയാണ്. അപ്പൊ നാരദമുനി ആരുടെ അടുത്താ ഇതെല്ലാം പറയുന്നത്? ബഹുളാശു മഹാരാജാവിന്റെ അടുത്ത് പറയുന്നത് പോലാണ് ഈ ഫുൾ ഗർഗഭാഗവതം പോകുന്നത്. അപ്പോ നാരദ മഹർഷി ബഹുളാശു മഹാരാജാവിന്റെ അടുത്ത് പറയാണ്, ബലരാമൻ ജനിച്ചതിന് ശേഷം ആ പരാത്പരനും പരമപുരുഷനുമായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യമായിട്ട് വസുദേവരുടെ മനസ്സിലാണ് ആവിർഭവിച്ചത്. ആദ്യം എവിടാ വന്നത്? വസുദേവരുടെ മനസ്സിലാണ് ആദ്യം ഭഗവാൻ വന്നത്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഈ വസുദേവരുടെ മനസ്സില് വസുദേവരും ദേവകി എവിടാണുള്ള? കാരാഗ്രഹത്തിലാണുള്ളത്. അപ്പൊ ആദ്യം ഭഗവാൻ വസുദേവരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്കും വസുദേവര് വേറൊരു യജ്ഞനാരായണനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ നമുക്കറിയാം വലിയ വലിയ യോഗിമാരുടെ അവരൊക്കെ എന്താണ്, അവർക്കൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഐശ്വര്യമാണ് അവരുടെ മുഖത്തിൽ, അല്ലെ പ്രത്യേക തരത്തിലൊരു നമുക്കൊരു ഒരു തരത്തിലുള്ള ഒരു പ്രകാശം നമുക്ക് അവരിൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ വസുദേവരുടെ മനസ്സിൽ ഭഗവാൻ ആവിർഭവിച്ചപ്പോഴത്തേക്കും വസുദേവര് വേറൊരു യജ്ഞനാരായണനെ പോലെ അത്രയും ഒരു സൂര്യചന്ദ്രന്മാരുടെ ആ ഒരു ശോഭ ആർജിച്ചു. അതിനുശേഷമാണ് ദേവകിയുടെ ഗർഭത്തില് ഭഗവാൻ അവതരിക്കുന്നത്. ഓക്കെ. അപ്പൊ ദേവകിയുടെ ഗർഭത്തിലോട്ട് ഭഗവാൻ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ദേവകിയും വേറെ ഒരു ലക്ഷ്മി ദേവിയെ പോലെ ഒരു ശോഭിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ കംസൻ അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ട്. കംസൻ അപ്പൊ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് കുറച്ച് ദിവസമായിട്ട് ദേവകിയുടെ മുഖത്തും ദേവകിയുടെ ആ ഒരു മുഴുവൻ ശരീരത്തും ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ഐശ്വര്യം, ഭയങ്കരമായിട്ട് ഒരു ഐശ്വര്യം അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കംസൻ എന്ത് മനസ്സിലായി? കംസന് മനസ്സിലായി എന്റെ അന്ധകനായിട്ടുള്ള ആ മറ്റേ അശരീരിയിൽ പറഞ്ഞിട്ടുള്ള ആ ആള് ജനിക്കാൻ പോവുകയാണ്. ദേവകി ഇതിനു മുമ്പ് ഇത്രയും തേജസ്വിയായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതാരാ പറയുന്നത്? കംസനാ പറയുന്നത്. കംസൻ മനസ്സിൽ വിചാരിക്കുകയാണ് ദേവകി ഇതിനു മുമ്പ് ഇത്രയും തേജസ്വിയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്റെ അന്ധകനായിട്ടുള്ള ആള് താമസിയാതെ ജനിക്കാറായി. എന്നിട്ട് വിചാരിക്കുകയാണ് ആ കുട്ടി എപ്പോ ജനിക്കുന്നു അപ്പൊ തന്നെ തീർച്ചയായും ഞാൻ അതിനെ കൊന്നുകളയും എന്ന് കംസൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ദേവകിയുടെ ഗർഭത്തിലോട്ട് ഭഗവാൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാൻ ഇവരുടെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അത്രയും ദിവസം കംസൻ എന്നും വന്ന് ദേവകിയെയും വസുദേവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതുപോലെ ദേവകിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രകാശം ദേവകിയിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഭയഭീതനായിട്ടുള്ള ഈ കംസൻ എന്ത് ചെയ്യാണ്? ആ ഒരു ബാലകന്റെ ജനനത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ ഈ കംസന് ഭയം കാരണം കംസന്റെ പൂർവജന്മ ശത്രു ആരാണ്? മഹാവിഷ്ണു, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു കംസൻ എന്ന് പറയുന്നത് കാലനേമി എന്ന് പറയുന്ന ഒരു അസുരനാണ്. ആ അസുരൻ പാലാഴി മദന സമയത്ത് അതിൽ നിന്ന് വന്നതാണ്. ആ അസുരനെ കൊല്ലാൻ ഭഗവാൻ എന്ത് ചെയ്യാണ്? ഭഗവാൻ വന്ന് യുദ്ധം ചെയ്ത് ആ അസുരനെ വധിക്കുകയും പിന്നെ സഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് പിന്നെയും ജനിപ്പിച്ചെടുത്തതാണ് ആര്? കാലനേമി. അങ്ങനെ ഈ കാലനേമി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കാലനേമി പിന്നെ വലിയൊരു തപസ് അനുഷ്ഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിട്ട്, ഭഗവാനെ മഹാവിഷ്ണുവിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ആ ഒരു ശക്തി ആർജിക്കാനായിട്ട് തപസ്സെടുക്കുന്നു.
അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു, ബ്രഹ്മാവ് വരം ചോദിക്കുന്നു. അപ്പൊ കാലനേമി എന്ത് വരമാണ് ചോദിക്കുന്നത്? മഹാവിഷ്ണു അല്ലാതെ ബാക്കി ആരെയും എന്നെ കൊല്ലാൻ പാടില്ല, അങ്ങനത്തെ ഒരു വരമാണ് ചോദിക്കുന്നത്. ബാക്കി ആർക്കും എന്നെ വധിക്കാൻ പറ്റത്തില്ല, മഹാവിഷ്ണു ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ എന്നെ വധിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വരം ചോദിക്കുകയാണ്. അങ്ങനെ അല്ല, ബ്രഹ്മാവ് ആ ഒരു വരം കൊടുക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ കാലനേമി ആരായിട്ട് ജനിക്കുന്നത്? കംസനായിട്ട് ജനിക്കുന്നത്. അപ്പൊ കംസന്റെ പൂർവ്വജന്മ ശത്രുവായ വിഷ്ണുവിനെ കംസൻ എല്ലായിടത്തും ദർശിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ ഭഗവാൻ ജനിക്കും എന്നുള്ളത് മനസ്സിലായി, അല്ലെ ഭഗവാൻ വരാറായി, അല്ലെ എന്റെ അന്ത്യം അടുക്കാറായി എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നപ്പോഴത്തേക്കും കംസന് ഭയങ്കരമായിട്ടുള്ള ഭയം ഉള്ളിൽ തോന്നി. എല്ലായിടത്ത് നോക്കിയാലും ആ ഭഗവാൻ, ആ ഒരു മഹാവിഷ്ണുവിനെ കാണാൻ തുടങ്ങി. അപ്പോ ഭഗവാനെ നമുക്ക് ഭഗവാനെ എപ്പോഴും നമ്മൾ ഓർക്കണമെന്നാണ്, അല്ലെ സ്മരിക്കണമെന്നാണ്. അത് ഏത് ഭാവത്തിൽ വേണേലും ആവാം. അസുരന്മാരൊക്കെ ഏത് രീതിയിലാണ് ഭഗവാനെ കാണുന്നത്? ഭഗവാനെ ദേഷ്യഭാവത്തിലാണ് കാണുന്നത്. അങ്ങനെ കണ്ടാലും ഭഗവാൻ ഭയങ്കര കാരുണ്യവാനായതുകൊണ്ട് ഭഗവാൻ അവർക്കും മോക്ഷം കൊടുക്കും. ഭഗവാനെ ഒരു കുട്ടിയുടെ രൂപത്തിൽ കാണാം, ഭഗവാനെ ഒരു സഖ, ഒരു എന്താണ് ഫ്രണ്ടായിട്ട് കാണാം, ഭഗവാനെ സ്വന്തം പതിയായിട്ട് കാണാം, ഭഗവാനെ ഒരു ശത്രുവായിട്ട് കാണാം. നമുക്ക് ഏത് രീതിയിലും ഭഗവാനെ കാണാം. പക്ഷെ നമ്മൾ എപ്പോഴും ഭഗവാനെ എങ്ങനത്തെ നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിപ്പോ ഒരു കുഞ്ഞായിട്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടാവാം, അല്ലെ ഗുരുവായിട്ടാവാം, ഏത് രീതിയിലും ഭഗവാനെ കാണാം. അതുപോലെ അസുരന്മാര് എങ്ങനെയാ ഭഗവാനിൽ എത്തുന്നത്? അസുരന്മാര് ഭഗവാനെ ആ ഒരു ശത്രുവിന്റെ ഭാവത്തിൽ കണ്ടിട്ടാണ് ഭഗവാനിലോട്ട് എത്തുന്നത്. എന്നുവെച്ചാൽ ഏത് ഭാവത്തിൽ ഭഗവാനെ കണ്ടാലും എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കുക, എല്ലാ സമയത്തും ഭഗവാനെ ഓർക്കുക, ഭഗവാനെ കുറിച്ച് മറക്കാതിരിക്കുക. അതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. ഓക്കെ. അങ്ങനെ കംസൻ എന്ത് ചെയ്യാണ്? കംസൻ എല്ലായിടത്തും ഭഗവാനെ കാണാൻ തുടങ്ങി. അങ്ങനെ അവസാനം എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഭഗവാനും എപ്പോഴും കംസനെ എന്താണ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളെയും കാണുന്നുണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങൾ എപ്പോഴും. അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഭഗവാൻ ഒരു സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? അങ്ങനെ കംസൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങി. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ ഇങ്ങനെ എന്താണ് കിടക്കുവാണ്. ആ സമയത്ത് എല്ലാ ദേവീദേവന്മാരും, ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാ ദേവീദേവന്മാരും എന്താ ഭഗവാനെ വന്ന് കാണുകയാണ്. എന്നിട്ട് അവരെല്ലാം എന്താ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാ സ്തുതിക്കുന്നതെന്ന് നോക്കാം. ഉണർന്നും ഉറങ്ങിയുമുള്ള അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിന്റെ ഏകമാത്ര ഹേതുവായിട്ടുള്ള, എന്നാൽ ഹേതുരഹിതനായിട്ടുള്ള എന്താണ് ഭഗവാൻ എല്ലാത്തിന്റെ കാരണഭൂതനാണ്. പക്ഷെ ഭഗവാൻ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നതിന് കാരണമുണ്ടോ? ഇല്ല. അതാണ് ലോകത്തിന്റെ ഏകമാത്ര ഹേതുവായിട്ടുള്ള, പക്ഷെ സ്വയം ഹേതുരഹിതനായിരിക്കുന്നതും. പിന്നെ ആരുടെ എന്താണ് എന്നിട്ട് എന്തോ പറയുന്നേ? ആരുടെ ഗുണം കൊണ്ടാണോ ഈ എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്, ആരുടെ ഗുണം കൊണ്ടാണോ ആ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിന്നെന്താണ്? ഭഗവാൻ എന്ന് പറയുന്നത് കാലത്തിനും അപ്പുറത്താണ്. ഒരിക്കലും ഭഗവാനിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെ? അതായത് ഇത്ര സമയം പോകുന്നു എന്നൊന്നും ഇല്ല. ഭഗവാനാണ് സമയം, അല്ലെ? ആ ഭഗവാനെ, ആ പരമ അമൃതമായിട്ടുള്ള, പ്രശാന്തമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, പരാത്പരനായിട്ടുള്ള, പരിപൂർണതമനായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. പിന്നെന്തൊക്കെയാണ് സ്തുതിക്കുന്നത്? എന്നിട്ടും പിന്നെയും ഭഗവാനെ സ്തുതിക്കുകയാണ്. എങ്ങനെയാ സ്തുതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരമേശ്വരന്റെ എന്താണ്
ഏത് പരമേശ്വരന്റെ ആണോ അംശാവതാരം, കലാവതാരം, ആവേശാവതാരം, പരിപൂർണാവതാരം, അങ്ങനെ വിവിധ തരത്തിലുള്ള അവതാരം എടുത്ത് ഭൂമിയുടെ ഭാരം തീർക്കുകയും ഭൂമിയിൽ അധർമ്മം വരുമ്പോഴത്തേക്കും അതിനെ മാറ്റി ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിന്നെന്താണ്, പ്രഭു കഴിഞ്ഞതും ഇനിയും നടക്കുന്നതും ഇനിയും വരാൻ പോകുന്നതും എല്ലാം തന്നെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കാരണം ആരാണ്? ഭഗവാനാണ് അല്ലെ. ആ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത്രയും അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം എടുത്തിരിക്കുന്ന ആ അവതാരം എന്ന് പറയുന്നത് എങ്ങനത്തെയാണ് ഭഗവാന്റെ അവതാരം? ആ പരിപൂർണ തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിലാണ് ഇപ്പൊ അങ്ങ് വന്നിരിക്കുന്നത്. ആ ഭഗവാനെ വലിയ വലിയ യോഗിമാർക്ക് പോലും കിട്ടാൻ വളരെ, ആ ഭഗവാന്റെ ആ പാദത്തിന്റെ ഒരു നഖത്തിന്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ആ പാദം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കിട്ടാൻ, കിട്ടാൻ വളരെ പാടാണ് വലിയ വലിയ യോഗിമാർക്ക് പോലും. പക്ഷേ ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനെ കിട്ടാൻ എളുപ്പം? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എപ്പോഴും നമ്മുടെ ശിരസിൽ, എങ്ങനാണോ ഒരു പൂവില് ഒരു വണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്, അതുപോലാണ് ഒരു ഭക്തന്റെ മനസ്സ് അല്ലെ. എപ്പോഴും ഭഗവാന്റെ ആ താമര പോലുള്ള ആ പാദത്തെ എപ്പോഴും മനസ്സിൽ കണ്ട് ഇരിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാനെ കിട്ടാൻ വളരെ എളുപ്പമാണ്. ആ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ഗോലോകനാഥനായിട്ടുള്ള, ആ രാധാപതിയായിട്ടുള്ള, ശ്രീ രാധാവല്ലഭനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ എന്താണ് പ്രണമിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദേവന്മാരെല്ലാം വന്നിട്ട് ഭഗവാന് ഓരോ പ്രാർത്ഥനകള് അർപ്പിക്കാൻ തുടങ്ങി. അതിനെല്ലാം ശേഷം ബ്രഹ്മാവും ബാക്കിയുള്ള ദേവന്മാരും മഹർഷിമാരും എല്ലാം അവരവരുടേതായിട്ടുള്ള സ്വധാമത്തിലോട്ട് തിരിച്ചു പോവാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ അവതരിക്കുന്ന ആ ഒരു ദിവസമായി, ഭഗവാൻ അവതരിക്കുന്ന ദിവസമായി. അപ്പോഴത്തേക്കും ഭഗവാൻ അവതരിക്കുന്ന ദിവസമായപ്പോഴത്തേക്കും ആ അന്തരീക്ഷത്തില് കുറേ ഭയങ്കര നല്ല മാറ്റങ്ങളാണ് വന്നത്. എന്തൊക്കെയാ വന്നതെന്ന് നോക്കാം. അപ്പോ നാരദ മഹർഷി പറയാണ്, ഹേ മിഥിലേശ്വര, അതായത് ബഹുളാശ്വ മഹാരാജാവേ, ഭഗവാൻ അവതരിക്കുന്ന സമയമായപ്പോഴത്തേക്കും ആകാശം മുഴുവൻ ഭയങ്കര ക്ലിയർ ആയിട്ട് മാറി. 10 ദിക്കും ഭയങ്കര പരിശുദ്ധമായിട്ട് മാറി. അവിടെ എല്ലാ നക്ഷത്രങ്ങളും ഭയങ്കര എന്താണ് എല്ലാം തിളങ്ങാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ നദികളും പുഴകളും എല്ലാം, അതിലുള്ള വെള്ളം, എല്ലാ ജലവും പരിശുദ്ധമായിട്ട് മാറി. എല്ലാ താമരകളെല്ലാം വിരിയാൻ തുടങ്ങി. ആ അന്തരീക്ഷം മുഴുവൻ ഭയങ്കര നല്ല മണം, എല്ലായിടത്തും നല്ല സുഗന്ധം നിറയാൻ തുടങ്ങി. എല്ലാ ആൾക്കാർക്കും മനസ്സിലൊരു എന്തെന്നില്ലാത്ത സന്തോഷം എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. ദേവന്മാരും എല്ലാം മന്ദാരം, പാരിജാതം, മാലതി അങ്ങനത്തെ പുഷ്പങ്ങളൊക്കെ വർഷിക്കാൻ തുടങ്ങി. ഗന്ധർവന്മാര്, സിദ്ധന്മാര്, കിന്നരന്മാർ ഇവരെല്ലാം ഭയങ്കര പാട്ടുകൾ പാടാൻ തുടങ്ങി. എന്നുവെച്ചാൽ എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഭഗവാൻ അവതരിക്കാൻ പോവാണല്ലോ. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭയമില്ലാത്ത ഒരു ഭയങ്കര സമാധാനം എല്ലാവരുടെയും മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഭദ്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ബുധനാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്നിട്ട് അവതരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ അവിടെ ആ കാരാഗ്രഹത്തിൽ തന്നെ അവതരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ എങ്ങനെ വന്നതെന്ന് നോക്കാം. അതുകൊണ്ട് കണ്ടില്ലേ, ഇതിനകത്ത് ആ പിക്ചറിൽ കാണുന്ന പോലെ ഭഗവാൻ വന്നപ്പോഴത്തേക്കും തന്നെ ഭയങ്കര പ്രകാശമയമായിട്ടുള്ള, സ്വച്ഛമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള മാലകളൊക്കെ ഇങ്ങനെ ധരിച്ച് ഭഗവാന്റെ കഴുത്തില് പൂക്കൾ വെച്ചിട്ടുള്ള, കാട്ടുപൂക്കൾ വെച്ചിട്ടുള്ള മാലകൾ ഇട്ടിട്ടുണ്ട്.
ഭയങ്കര എന്നിട്ട് ഭഗവാന്റെ നെഞ്ചത്ത് എന്തുണ്ട്, ശ്രീവത്സം തിളങ്ങുന്നുണ്ട്. കുറെ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഭയങ്കര വലിയ വലിയ മാല ഭഗവാൻ ഇട്ടിട്ടുണ്ട്. കാലയിൽ കൊലുസ്, കയ്യില് വളകളുണ്ട്. ഭഗവാൻ നല്ല കിരീടം വെച്ചിട്ടുണ്ട്. കാതയിൽ നല്ല കമ്മലിട്ടിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ അരക്കെട്ട് നോക്കുവാണെങ്കിൽ അരഞ്ഞാണം ഉണ്ട്. അങ്ങനെ ആ ഒരു കറുത്ത നിറത്തിലുള്ള ശരീരത്തിൽ നല്ല പീതാംബരം ഉടുത്ത് എന്താ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മുഖത്തിൽ അതിലും മനോഹരമായിട്ടുള്ള കണ്ണുകളോടുകൂടി ഭഗവാൻ ഇങ്ങനെ ശംഖും ചക്രവും ഗദയും പങ്കജവും ഒക്കെ പിടിച്ച് ഭഗവാൻ കോടി കാമദേവന്മാരെക്കാളും അധികം സൗന്ദര്യത്തോടെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു നിന്നപ്പോ ഒന്ന് ആലോചിച്ചേ, ദേവകിയാണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഭഗവാൻ ആ ഒരു മഹാവിഷ്ണുവിന്റെ ആ ഒരു ഗാംഭീര്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ദേവകിയുടെയും വസുദേവരുടെയും മനസ്സിലുള്ള എല്ലാ രീതിയിലുള്ള ഭയവും ഇല്ലാതായി. അവര് എന്താ പ്രത്യേകിച്ച് ഞെട്ടിപ്പോയി അല്ലെ, കൈയൊക്കെ കൂപ്പി ഇങ്ങനെ ആ ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വസുദേവര് ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാന്ന് നോക്കാം. അങ്ങ് ഏകനും അദ്വിതീയനും പരബ്രഹ്മവും എല്ലാമാണ്. അങ്ങ് ഭഗവാൻ ഒന്നാണ്, പക്ഷെ എന്നാലും ഭഗവാൻ അനേകം രൂപങ്ങളില് നമുക്ക് കാണപ്പെടാം അല്ലെ. ഭഗവാൻ ഒന്നാണ്, പക്ഷെ അതേസമയം ഭഗവാൻ എല്ലാമാണ്. മനസ്സിലായോ? ആ ഭഗവാനാണ് ലോകത്തെ സൃഷ്ടിക്കുകയും പാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. ആ ആദിദേവനായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞ് വസുദേവര് ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ദേവകിയും എന്ത് ചെയ്യാണ്, ദേവകിയും ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. ഹേ സച്ചിദാനന്ദ രൂപ, ഹേ അനന്തകോടി ബ്രഹ്മാണ്ട നായക, ഹേ പരമേശ്വര, ഗോലോകവാസ, ആദിദേവ, പരിപൂർണതമ, അങ്ങ് ഈ ദുഷ്ടനായ കംസനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ദേവകിയും എന്ത് ചെയ്യാണ്, ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം ഭഗവാൻ എന്ത് ചെയ്യാണ്, ഭഗവാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യാണ്, ഭഗവാൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം കൃഷ്ണൻ പറഞ്ഞു തുടങ്ങുന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യാണ്, വസുദേവരുടെ അടുത്തും ദേവകിയുടെ അടുത്തും പറയാണ്, നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തില് ആരായിരുന്നു, കൃഷ്ണിഗർഭനും സുതപസ്സുമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഒരു മന്വന്തരത്തോളം ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് നിങ്ങൾ വരം ചോദിക്കുകയുണ്ടായി, ഭഗവാനെ പോലൊരു കുട്ടിയെ ഞങ്ങൾക്ക് വേണം എന്നുള്ളത്. പക്ഷെ ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 ജന്മമാണ്. 3 ജന്മത്തില് ഭഗവാൻ ഈ ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട് ജനിച്ചിട്ടുണ്ട്. ആദ്യത്തെ ജന്മത്തില് ദേവകിയും വസുദേവരും സുതപസ്സും കൃഷ്ണിയുമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണിഗർഭനായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തില് ആരായിരുന്നു, കശ്യപനും അതിഥിയുമാണ് ആര്, വസുദേവരും ദേവകിയും. ആ സമയത്ത് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവരുടെ മകനായിട്ട് ജനിച്ചു. മൂന്നാമത്തെ ജന്മത്തില് വസുദേവരും ദേവകിയുമായിരുന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ 3 ജന്മത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഇവരുടെ മകനായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യം കൃഷ്ണൻ എന്താണ് ചെയ്തത്, അവരുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ളൊരു അറിവ് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു വസുദേവരുടെ അടുത്ത് എന്താണ് പറഞ്ഞത്, അങ്ങ് എന്നെ നേരെ നന്ദഗോപരുടെ വീട്ടിൽ കൊണ്ടാക്കണം. എന്നിട്ട് അവിടുന്ന് അവിടെ ഒരു പെൺകുട്ടി ജനിക്കും, ആ കുട്ടിയെ തിരിച്ചെടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. അപ്പോ അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.